ഡിയേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓവുലേഷൻ കഴിഞ്ഞിട്ട് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യേണ്ട 4 ടൈപ്പ് ഭക്ഷണത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓവുലേഷൻ കഴിഞ്ഞിട്ട് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് എങ്ങനെയുള്ള ഭക്ഷണങ്ങളാണ് ഇംപ്ലാന്റേഷൻ നടക്കാൻ കഴിക്കേണ്ടതെന്ന്. അതിനെപ്പറ്റി ഒന്ന് ബ്രീഫായിട്ട് പറയാം. ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും നമുക്കും നമ്മുടെ ശരീരത്തിനും ആഡ് ഓൺ ആയിട്ട് ഒരു ബെനഫിറ്റ് തരുന്ന തരത്തിലുള്ള ഭക്ഷണമാകാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, നട്ട്സ്, സീഡ്സ് ഒക്കെ തന്നെയാണ്. പക്ഷേ ഈ ഫ്രൂട്ട്സ് എടുക്കുന്ന സമയത്തോ നട്ട്സ് കഴിക്കുന്ന സമയത്തോ അത് ഹെൽത്തി ആയിട്ടുള്ള ഒരു രീതിയിൽ കൂടിയല്ല നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതും ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകാനായിട്ടുള്ള റീസൺസ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ നിസാരമായിട്ട് കുടിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ എടുത്ത് കഴിക്കുന്ന ഒരു ഫ്രൂട്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ ആയിരിക്കും. അത് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ കൂടി എടുത്തിട്ടില്ല എങ്കിൽ നമ്മൾ വിചാരിക്കുന്ന തരത്തിലുള്ള ഒരു ബെനിഫിറ്റ് നമ്മൾക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല കേട്ടോ. അങ്ങനെ ഒരു അവയർനെസ് വീഡിയോ ആണ്. നിങ്ങൾ ഫുള്ള് വരെ കേൾക്കാനായിട്ട് നോക്കാൻ നിങ്ങൾക്ക് വെർത്തായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും ഹെൽത്തി ആകുന്നതോടൊപ്പം തന്നെ ഔട്ട്സൈഡ് ഫുഡ് കഴിക്കുന്നത് ഒന്ന് ലിമിറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഒട്ടും തന്നെ കഴിക്കാതെ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷേ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ലിമിറ്റ് ചെയ്യുക. ഒരു ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഒരു 4 തവണയോ 5 തവണയോ നിങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരാളാണെങ്കിൽ അതൊന്ന് ലിമിറ്റ് ചെയ്തിട്ട് 2 തവണയോ 3 തവണയോ ഒക്കെ ആയിട്ട് ചുരുക്കാനായിട്ട് നോക്കുക. കാരണം കൂടുതൽ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുന്ന ഭക്ഷണങ്ങളും അതുപോലെ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസും ഒക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നത് എംബ്രിയോ ഡെവലപ്മെന്റിന് നല്ലതല്ല കേട്ടോ. ആയുർവേദത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കുന്ന ഒന്നാണ് ഓവുലേഷൻ കഴിഞ്ഞിട്ട് കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതിൽ ഏറ്റവും കൂടുതൽ ആയുർവേദം നിഷ്കർഷിക്കുന്നത് കോൾഡ് ആയിട്ടുള്ള ഐറ്റംസ് ഓവുലേഷൻ കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് കേട്ടോ. അതെടുക്കാനായിട്ട് അങ്ങനെ പറയാനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് കൂടുതൽ കോൾഡ് ഫുഡ് നമ്മൾ കഴിക്കുമ്പോഴേക്കും അത് നമ്മുടെ ശരീരത്തിലെ ഹീറ്റ് റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കാരണമാകുന്നു. ആഫ്റ്റർ ഓവുലേഷൻ നമുക്ക് വേണ്ടത് വാം ആയിട്ടുള്ള ഒരു യൂട്രസ് ആണ്. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇതുപോലെ അടങ്ങിയിട്ടുള്ള തണുപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ആ ഒരു വാമിംഗ് എഫക്റ്റ്, യൂട്രസിലെ വാമിംഗ് എഫക്റ്റിനെ അഫക്റ്റ് ചെയ്യാനായിട്ട് സിറ്റുവേഷൻ ഉണ്ടാക്കുന്നു എന്നാണ് കേട്ടോ പറയുന്നത്. അതുപോലെ തന്നെ കോൾഡ് യൂട്രസ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ തണുത്തതായിട്ടുള്ള ഭക്ഷണങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനെയും അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഈ ബ്ലഡ് സർക്കുലേഷനിലൊക്കെ ഒരു കുറവ് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ യൂട്രസിന്റെ ലൈനിങ്ങിലോട്ടുള്ള രക്തയോട്ടത്തിനെ അഫക്റ്റ് ചെയ്യും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ക്വാളിറ്റി ഉള്ള ഒരു എംബ്രിയോ ആയിക്കഴിഞ്ഞാൽ കൂടി തന്നെ അതിന് വളരാൻ വേണ്ടിയിട്ടുള്ളൊരു സിറ്റുവേഷൻ ബോഡിയിൽ ഇല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാകും കേട്ടോ. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഓവുലേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ കൂടുതൽ തണുത്തതായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതും കുടിക്കുന്നതും ഒക്കെ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഡൈജഷനെയും കൂടി അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മുടെ കോൾഡ് ഫുഡ് നമ്മൾ കഴിക്കുന്ന സമയത്ത് അത് ഒരു ഡൈജഷനൊക്കെ നമുക്ക് നടക്കുന്ന സമയത്ത് കൂടുതൽ എനർജി വേണ്ടുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകുന്നു. അങ്ങനെ വരുന്ന സമയങ്ങളിൽ ഇത് ബോഡിയുടെ ഓവറോൾ എനർജിയെ അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മൾ വീക്കായി പോകാനായിട്ടുള്ള ചാൻസസും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കോൾഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡൈജഷനെ അഫക്റ്റ് ചെയ്യുകയും ബോഡിയിൽ കൂടുതൽ ടോക്സിൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. ഇത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെയും സാരമായിട്ട് തന്നെ അഫക്റ്റ് ചെയ്യാം. ബോഡിയിൽ ടോക്സിൻസ് കൂടുകയാണെങ്കിൽ അത് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകാനായിട്ടും ഒക്കെയുള്ള ചാൻസസ് നന്നായിട്ട് വർദ്ധിപ്പിക്കും കേട്ടോ. ഇനി ഏതൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്ന കോൾഡ് ഫുഡ് ഐറ്റംസ് നമുക്ക് നോക്കാം. നമ്മളെപ്പോഴും മനസ്സിൽ വിചാരിക്കുന്നത് ഐസ്ക്രീം ഒക്കെ ആയിരിക്കും, പക്ഷെ അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് മാത്രമല്ല കേട്ടോ. തണുത്ത വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കുന്ന ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ടൊന്ന് നോക്കുക. ചില ആളുകൾ ഫ്രീസറിൽ നിന്ന് എടുക്കുന്ന വെള്ളം അങ്ങനെ തന്നെ കുടിക്കാനായിട്ട് ഇഷ്ടമുള്ള ആളുകളുണ്ട്. ആഫ്റ്റർ ഓവുലേഷൻ നോർമൽ വാട്ടർ നമ്മൾ കുടിക്കാനായിട്ട് നോക്കുക, അല്ലെങ്കിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഐസ് വെള്ളം കുടിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ അടുത്ത കാറ്റഗറിയിൽ വരുന്നത് ഒബ്വിയസ്ലി നമ്മുടെ ഐസ്ക്രീമും അതുപോലെ ഷേക്സും ഒക്കെയാണ്. നമ്മൾ വീട്ടിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഷേക്സ് ആണെങ്കിലും സ്മൂത്തീസ് ആണെങ്കിലും അതിൽ കൂടുതലായിട്ട് ഐസ് ക്യൂബ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് കഴിക്കുന്ന ഒരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ അതും ഒന്ന് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇത് 1-2 തവണ ഉപയോഗിച്ചു എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകും അങ്ങനെ എല്ലാവരും ഉദ്ദേശിച്ച് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ശരീരത്തിന് നല്ലതല്ല. അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. നമ്മളിപ്പോൾ ചില രീതിക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫോമിൽ തന്നെ നമ്മളിപ്പോൾ സ്മൂത്തീസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഷേക്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ഐസ് ക്യൂബ്സ് ഇടാറില്ലേ, അങ്ങനെയുള്ള രീതിക്ക് ഭയങ്കരമായിട്ട് തണുപ്പിച്ച് ഇതിനെടുത്തിട്ട് ഒരുപാട് തണുപ്പിച്ചെടുത്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ.
അതുപോലെ അടുത്തതായിട്ട് അവോയ്ഡ് ചെയ്യേണ്ട കാര്യമാണ് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്ന ഫ്രൂട്ട്സ് ആ തണുപ്പ് മാറുന്നതിന് മുൻപ് അതേപോലെ തന്നെ കഴിക്കുന്ന ഒരു പ്രവണത നിങ്ങൾക്കുണ്ടെങ്കിൽ അതും ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് എടുക്കുന്നത് ബെനിഫിറ്റ് തരുന്ന ഒരു കാര്യമാണെങ്കിലും എക്സ്ട്രീം ആയിട്ട് കോൾഡ് ആയിട്ടുള്ള രീതിക്ക് നമ്മൾ ഫ്രൂട്ട്സ് എടുത്ത് കഴിക്കുന്നത് ശരീരത്തിന് നല്ലതല്ല. അതുപോലെ തന്നെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്ന ഫുഡ് ഐറ്റംസ് ചിലർ ഹീറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാനായിട്ട് മടിയുള്ള ആളുകൾ ഡയറക്റ്റ് ആയിട്ട് ചിലപ്പോൾ അങ്ങനെ കഴിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെയൊക്കെയുള്ള ഒരു പ്രവണത ഉണ്ടെങ്കിൽ അതൊന്ന് അവോയ്ഡ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളത് കേൾക്കുമ്പോൾ ഉണ്ടാവില്ലായിരിക്കും, പക്ഷെ ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ചെറിയൊരു അവയർനെസ് നിങ്ങൾക്ക് തന്നത്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മൈദയുടെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുന്നത് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഡയറക്റ്റ് ആയിട്ട് മൈദ നമ്മൾ വീട്ടിൽ മേടിച്ചിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നതല്ല കേട്ടോ ഇതിൽ ഉദ്ദേശിച്ചത്. നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണങ്ങളിലും എക്സസ് ആയിട്ട് മൈദയുടെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കഴിക്കുന്ന എന്തെങ്കിലും കുക്കീസ് ഒക്കെ കഴിച്ചാലും അതുപോലെ വേറെ എന്തെങ്കിലുമൊക്കെ ബ്രെഡ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് എല്ലാത്തിലും തന്നെ മൈദയുടെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. ആഫ്റ്റർ ഓവുലേഷനും പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്തും ഒരുപാട് എക്സസ് ആയിട്ടുള്ള രീതിക്ക് മൈദ നമ്മുടെ ശരീരത്തിൽ എത്തുകയാണെങ്കിൽ അത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. മൈദ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ഷുഗർ ലെവൽ കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. ബ്ലഡ് ഷുഗർ ലെവൽ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ ഹോർമോണൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെയാണ് പല കണ്ടീഷനുള്ള ആളുകൾക്ക്, ഇപ്പോൾ PCOD ഉള്ള ആളുകൾക്കൊക്കെ ഷുഗർ ലെവൽ കൂടുന്നതിനനുസരിച്ചിട്ടാണ് അവർക്ക് പ്രഗ്നന്റ് ആകാനായിട്ടൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് കേട്ടോ. PCODയും PCOS ഒക്കെ ഉള്ള ആളുകൾ ഈ ഷുഗർ ലെവൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമാകുന്ന മൈദയുടെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരോട് പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ ചാനലിൽ തന്നെ. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മൈദയുടെ ഫുഡ് ഐറ്റം എടുക്കുമ്പോഴേക്കും അതിലെ ന്യൂട്രീഷൻ വാല്യൂ വളരെയധികം കുറവാണ്. നമ്മളിപ്പോൾ ഓൾ ഗ്രെയിൻസ് എടുക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമ്മളത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഗുണങ്ങളുണ്ടാകും. ധാന്യങ്ങൾ എടുക്കുന്ന സമയത്ത് ഗോതമ്പ് പോലുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് കഴിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാകും. പക്ഷേ മൈദ എടുക്കുന്ന സമയത്ത് അങ്ങനെ ന്യൂട്രീഷൻ വാല്യൂ വളരെയധികം കുറവായതുകൊണ്ട് തന്നെ അത് കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു കിട്ടുന്ന ടേസ്റ്റ് എന്നുള്ളൊരു കാര്യമല്ലാതെ വേറൊരു തരത്തിലുള്ള ഗുണങ്ങളും ഇത് എടുക്കുമ്പോൾ നമുക്ക് കിട്ടില്ല കേട്ടോ. നേരെ മറിച്ച് ദോഷങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ PCOD ഒക്കെ ഉള്ള ആളുകൾ കണ്ടിന്യൂസ് ആയിട്ട് മൈദയുടെ ഒരു ഇൻടേക്ക് വരുന്നുണ്ടെങ്കിൽ അതൊന്ന് കുറയ്ക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അതിന് പകരം ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഗോതമ്പ് എടുത്താലും കുഴപ്പമില്ല. അതുപോലെ തന്നെ ചില ഗോതമ്പിൽ നമ്മൾ മൈദയുടെ കണ്ടന്റും കൂടി മിക്സ് ആയിട്ട് വരുന്ന ഗോതമ്പുണ്ട് കേട്ടോ. അങ്ങനെ നിങ്ങൾ യൂസ് ചെയ്യരുത്. 100% ആട്ടയാണ് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം അത് ഉപയോഗിക്കാനായിട്ട് നോക്കുന്നതായിരിക്കും പ്രഗ്നൻസിക്ക് ഒരു ഗുണം തരുന്നത് കേട്ടോ. നമ്മളിപ്പോൾ അറിഞ്ഞുകൊണ്ട് മൈദ എടുക്കുന്നില്ലെങ്കിൽ കൂടി തന്നെയും ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഡെയിലി എന്നോണം മൈദയുടെ ഇൻടേക്ക് പലർക്കും ഉണ്ടാകാറുണ്ട് കേട്ടോ. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ കഴിക്കുന്ന ബിസ്ക്കറ്റ് ആണെങ്കിലും ഒക്കെ അതിൻ്റെയൊക്കെ യൂസേജ് ഒന്ന് ലിമിറ്റ് ചെയ്യുക. ബാക്കിയുള്ള ഇപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള രീതിക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കി കഴിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത് നമ്മൾ മൈദയിൽ അടങ്ങിയിട്ടുള്ള ബ്രെഡിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിലെന്തെങ്കിലും ഗുണം ഉണ്ടാവുമോ? അങ്ങനെയുള്ള രീതിക്ക് വേണം നിങ്ങൾ ഹെൽത്തി ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് കഴിക്കാൻ കേട്ടോ. പിന്നെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യമാണ് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഫുഡ് ഐറ്റംസ്. ഒരുപാട് നേരം എണ്ണയിലിട്ട് വറുത്ത് പൊരിച്ചെടുക്കുന്ന ഫുഡ് ഐറ്റംസ് കഴിക്കുന്നതുണ്ടെങ്കിൽ അതും നിങ്ങൾ ഫുള്ളായിട്ട് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതും ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. നമ്മുടെ അലോപ്പതി മെഡിസിനിൽ ഇതിൽ വാലിഡ് ആയിട്ടുള്ള ഒരു പ്രൂഫ് നമുക്ക് തരുന്നില്ല. പക്ഷേ ആയുർവേദം നിഷ്കർഷിക്കുന്നത് ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള ചൈനീസ് മെഡിസിനിലും ഈ ഒരു കാര്യം കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇത് ഫോളോ ചെയ്യാനായിട്ട് ഇഷ്ടമുള്ള ആളുകൾക്ക് ഇതും ഒന്നും കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫോളോ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യണോ എന്ന് സംശയിക്കുന്ന ആളുകൾക്കൊക്കെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം കേട്ടോ. പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു ടോപ്പിക്ക് റിലവൻ്റ് ആയിട്ട് തോന്നിയത് കൊണ്ടാണ് വീഡിയോ ചെയ്തത്. നമ്മുടെ അലോപ്പതി ഡോക്ടേഴ്സ് ആരും തന്നെ ഇതിനൊരു ബേസ് പറയുന്നില്ല. പക്ഷേ ആയുർവേദത്തിൽ ഇപ്പോൾ നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ആയുർവേദം കാണിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഡോക്ടറോട് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടും കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും.
അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.